ഹായ് ഓൾ, ഈ സ്ട്രെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തറയിലോ അല്ലെങ്കിൽ ഒരു മാറ്റിലോ നന്നായി നിവർന്നിരിക്കുക അല്ലെങ്കിൽ നിവർന്ന് നിൽക്കുകയോ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ കൈകൾ ക്രോസ് ചെയ്യുകയാണ്. രണ്ട് കൈകളും മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ നമ്മുടെ വലത് കൈമുട്ട് ഇടത് കൈമുട്ടിന് മുകളിലായി വരത്തക്ക വിധമാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കൈകൾ പിരിക്കുകയാണ്. കൈകൾ ഇങ്ങനെ പിരിക്കുമ്പോഴത്തേക്കും ആ മുന്നോട്ട് നീട്ടിയിരിക്കുന്ന ഭാഗം, അതായത് ഫോർ ആംസ് എന്ന് പറയുന്നത് പരസ്പരം പിരിക്കുക. അപ്പോൾ നമ്മുടെ കൈപ്പത്തികൾ മുഖത്തിന് നേരെ വരും. എന്നിട്ട് നമ്മൾ ഉള്ളംകൈകൾ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉള്ളംകൈ ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈകളുടെ പിൻഭാഗം ഈ പിക്ചറിൽ കാണുന്ന പോലെ മുട്ടിച്ചാലും മതിയാവും. ഇനി നമ്മുടെ കൈമുട്ട് ഉയർത്തുകയാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മുടെ കൈമുട്ടുകൾ സാവധാനം മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ തോളുകളുടെ അതേ ഉയരത്തിലോ അല്ലെങ്കിൽ അതിൽ കുറച്ചോ മുകളിലേക്ക് വരുന്നതുവരെ ഉയർത്താം. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഇൻ്റർസ്കാപ്പുലർ ഏരിയയിൽ ഒരു സ്ട്രെച്ച് അനുഭവപ്പെടും. ഇനി ഇതിൻ്റെ പ്രോഗ്രഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് താടി താഴ്ത്തുകയാണ്. താടി താഴ്ത്തുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രെച്ച് ആ വേദനയുള്ള ഭാഗത്ത് അനുഭവപ്പെടും. അതൊരു 15 മുതൽ 30 സെക്കൻഡ് വരെ തുടരാവുന്നതാണ്. അപ്പോൾ ശ്വാസം പിടിച്ചു വെക്കരുത്. ഇനി റിലാക്സ് ചെയ്യുകയാണ്. ഈ സമയത്തിന് ശേഷം സാവധാനം താടി ഉയർത്തി തല നേരെയാക്കുക. ശേഷം കൈമുട്ടുകൾ താഴ്ത്തി കൈകൾ അഴിച്ചു മാറ്റുക. ഇത് നമുക്ക് മറ്റേ വശത്തും ആവർത്തിക്കാവുന്നതാണ്. സ്ക്രീനിൽ നമ്മൾക്ക് ഇതിൻ്റെ ഗുണങ്ങളും പ്രിക്കോഷൻസും ഡോസേജും ഒക്കെ കാണാവുന്നതാണ്. ശ്രദ്ധിച്ച് ചെയ്യുക.